ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ ഇല്ലാതെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ വല്ലാത്ത തലവേദനയായിരിക്കും കേട്ടോ. അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ചിന്നുമോളും അവളുടെ കൂട്ടുകാരി പെങ്കിമോളും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല പനി ആയതുകൊണ്ട് തന്നെ ടൈഗർ ബാമൊക്കെ എടുത്ത് അടുത്ത് വെച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ആൾ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടും ഉറപ്പാണ്. അങ്ങനെ ഞാൻ പോയി നമ്മുടെ കട്ടൻ ചായ അങ്ങോട്ട് റെഡിയാക്കി. അപ്പോഴേക്കും 2 ഗ്ലാസ്സിലായിട്ട് കട്ടൻ ചായയൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ 2 പേരെ ഇപ്പോൾ സ്റ്റിൽ ഉള്ളൂ. അപ്പോൾ 2 പേർക്കും കൂടി കട്ടൻ ചായ എടുത്തു. അപ്പോൾ ചായക്ക് രാവിലെ കഴിക്കാനായിട്ട് മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ചിന്നുവിന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇതിൻ്റെ ആ മണം അടിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയല്ലോ, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. ആ ഇഷ്ടമുള്ള കാര്യം പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അത്രമേൽ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ടോ അത്രത്തോളം തന്നെ വെറുപ്പുമായിരിക്കും. എനിക്ക് അതുപോലെയാണ് ഈ ബിസ്ക്കറ്റ്. അപ്പോൾ അത് ബിസ്ക്കറ്റ് അവൾക്ക് കഴിക്കാനും എടുത്തു. കുറച്ച് കപ്പലണ്ടി ഇരുന്നതിന് ഞാനൊരു ശകലം കപ്പലണ്ടി എടുത്തു കേട്ടോ. ബിസ്ക്കറ്റ് ഞാൻ കഴിക്കില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് ചിന്നു കപ്പലണ്ടിയും കഴിക്കില്ല. കാരണം അവൾക്ക് കപ്പലണ്ടിയൊക്കെ കഴിക്കുമ്പോൾ മുഖത്ത് ഭയങ്കരമായിട്ട് മുഖക്കുരു വരും. അതുകൊണ്ട് അവൾ ഈ കപ്പലണ്ടി തൊടുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കാനുള്ള കപ്പലണ്ടി വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ കപ്പലണ്ടി എടുത്ത് കുറച്ച് ചായ എടുത്തിട്ട് നമ്മുടെ അടുക്കള വാതിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മീൻ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോയി മീൻ വാങ്ങിച്ചു. അപ്പോൾ ചൂര ഉണ്ടായിരുന്നു, നെത്തോലി ഉണ്ടായിരുന്നു. അപ്പോൾ ചൂര 150 നെത്തോലി ആകുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. ഞാൻ പിന്നെ 50 രൂപയ്ക്ക് നെത്തോലി വാങ്ങിച്ചു. 50 രൂപയ്ക്ക് നെത്തോലി നല്ല ലാഭം ഉണ്ടായിരുന്നേ. അത്യാവശ്യം തോനെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ എപ്പോൾ കൊണ്ടുവന്നാലും ഞാനത് ആ നേരം തന്നെ കട്ട് ചെയ്ത് ക്ലീനാക്കി ഒന്ന് ഈ കറി വെക്കും, ഫ്രൈ വെക്കും, അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെ മീൻ വാങ്ങിച്ച് കുറേ നേരം കൊണ്ട് വച്ചിരുന്നിട്ട് പിന്നെ ചെയ്യുക അതെനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ മീൻ വാങ്ങി ഉടനെ തന്നെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാനിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മറിയാമ്മയും തൊമ്മിയും വന്നു കേട്ടോ. മറിയാമ്മയുടെ ഹസ്ബൻഡാണ് തൊമ്മി. അപ്പോൾ മറിയാമ്മ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിലൊന്നും പറയാൻ വിട്ടുപോയി. അവൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രസവിക്കണം, ഇപ്പോൾ പ്രസവിക്കണം, പിന്നെ പ്രസവിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 പേർക്കും കൂടി ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് ഡൗട്ടായിരുന്നു 2 പേരും കൂടി അടി കൂടുമോ എന്ന്. പക്ഷേ എന്തുകൊണ്ടോ 2 പേരും ഒത്തൊരുമയോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം പെട്ടെന്ന് തോന്നി, പുട്ടും നമ്മുടെ മീൻ വറുത്തതും കഴിക്കാൻ. അതും അരിപ്പുട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് വീട്ടിൽ അരിമാവും ഗോതമ്പുമാവും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് മീൻ അതിൽ നിന്ന് എടുത്തിട്ട് ആ പാനിലോട്ട് തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് മസാലയൊക്കെ സെറ്റാക്കി വറുക്കാനും വെച്ച് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, രാവിലെ പെട്ടെന്ന് ബിസ്ക്കറ്റൊക്കെ അല്ല കപ്പലണ്ടിയൊക്കെ കഴിച്ചതാണല്ലോ. അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് ചോറ് വെച്ച് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ പെട്ടെന്ന് പുട്ട് കഴിക്കാനൊരാഗ്രഹം തോന്നിയതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങ് വെക്കാമെന്ന് കരുതി. ഒരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് എനിക്ക് പെട്ടെന്ന് നടത്തണം. അതെൻ്റെ ഒരു എനിക്കങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നത്തേക്ക് ഞാൻ മാറ്റി വെക്കാറില്ല കേട്ടോ. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ അതും അങ്ങോട്ട് മാവ് സെറ്റാക്കി വെച്ചു കേട്ടോ. പുട്ട് പൊതുവേ എനിക്കിഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ വിശക്കുന്നെങ്കിൽ മാത്രമേ പുട്ട് കഴിക്കലുള്ളൂ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, പുട്ട് കഴിക്കാനൊരാഗ്രഹം. പെട്ടെന്ന് തന്നെ ശടപടെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി. ഇഷ്ടമല്ലാത്തൊരു സാധനം ഇപ്പം വളരെ ആക്രാന്തത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. എനിക്കത് ചില സമയത്ത് എനിക്ക് തന്നെ എന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ അതാ പുട്ടുകുറ്റിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പുട്ട് കുറ്റിയല്ലല്ലോ, പുട്ടുകുടം. ആ പുട്ടുകുടത്തിൽ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ നാളികേരം തിരുമ്മിയത് ഇട്ട് കൊടുക്കണം. അപ്പോൾ തലേന്ന് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമ്മി വറുത്ത് വെച്ചതാണ്. ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഇവിടെ തേങ്ങ 2 ദിവസം ആകുമ്പോഴത്തേക്ക് പൊട്ടിച്ചതാണെങ്കിൽ ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് വറുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ടാണ് പുട്ടിന് പീര ഇട്ടത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വറുത്ത തേങ്ങ എടുത്തിട്ടും മാവും കൂടിയൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ പുട്ടിനുള്ള എന്താണ് മുകളിലും കൂടി കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് അത് പറയാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി റോക്കറ്റ് വിക്ഷേപണം നടത്തലാണ് കേട്ടോ. ഇവിടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്, സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻ വറുത്തത് അപ്പുറത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതിനൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആ സമയത്ത് ഞാൻ കുറച്ച് നാളികേരം തിരുമ്മി വറുത്ത് വെച്ചതില്ലേ, അതും ശകലം ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇടുമ്പോഴത്തേക്ക്. ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഈ മീൻ മുറുക്കുമ്പോഴത്തേക്ക് നാളികേരം തിരുമ്മി ഇടുക, ഇങ്ങനെയുള്ള പരിപാടീസൊക്കെ ചെയ്യലുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് പൊള്ളി കുറച്ച്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവെല്ലാം കൂടി പെട്ടെന്ന് തന്നെ വീണ്ടും ഫില്ലിങ്ങൊക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ ഇത് വന്നപ്പോൾ വലിയ രീതിയിലൊന്നും ഫില്ലിങ് ചെയ്യാൻ നിന്നില്ല. ഏറ്റവും ലാസ്റ്റ് മാത്രം കുറച്ച് നാളികേരിട്ടിട്ട് പെട്ടെന്ന് തന്നെ മാവ് നിറച്ച് ആവിയേറ്റെടുക്കാനായിരുന്നു പ്ലാൻ. കാരണം എനിക്ക് ഇനി പിടിച്ച് നിൽക്കാൻ തരമില്ല. വിശന്നിട്ടും ആക്രാന്തവും കാരണം ഈ കൊതിയും ആക്രാന്തവും കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൽ പിന്നെ ഒരു കോംപ്രമൈസ് ഇല്ല. എൻ്റെ വീട്ടിൽ ഏറ്റവും ഭക്ഷണപ്രിയ ഞാനാണ് കേട്ടോ. ഒരു തരം പ്രാന്താണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക അത് കഴിക്കുക എന്ന് പറയുന്നത്. എന്നെപ്പോലെ തന്നെ ഒരു ഭക്ഷണപ്രിയനാണ് എൻ്റെ വിഷ്ണുവേട്ടൻ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ആ കാര്യത്തിലൊരു കോംപ്രമൈസിന് നമ്മൾ നിൽക്കാറില്ല കേട്ടോ. ഏത് പാതിരാത്രി ആണെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ അപ്പോഴേ എഴുന്നേറ്റുണ്ടാകും കേട്ടോ. നമുക്ക് ആ കാര്യത്തിൽ ഒരു മടിയുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.